പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 15 വരെ. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാച് ശിമിയോൻ്റെ പുത്രനായ യൂദാസ്കറിയാത്തോയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു. പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തൂവാലയെടുത്ത് അരയിൽ കെട്ടി. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അവൻ ശിമയോൻ പത്രോസിൻ്റെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നതെന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല, കരങ്ങളും ശിരസ്സും കൂടി കഴുകണമേ. യേശു പ്രതിവചിച്ചു, കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുചിയായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത്. അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ, ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശുദ്ധവാരത്തിലെ ബുധനാഴ്ച ഏപ്രിൽ മാസം 16-ാം തീയതി ഈ രാത്രിയിൽ ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ നല്ലൊരു കുമ്പസാരം കഴിഞ്ഞ് പെസഹായ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു രാത്രിയാണ്. ഈശോ താൻ സ്നേഹിച്ചവരെ അവസാനം വരെ ഇനിയും തുടർന്നും സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ഈശോ നമ്മളെ എല്ലാവരെയും ഈ അത്താഴ വിരുന്നിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ പെസഹ, ഈ കടന്നുപോകൽ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെയും കട്ടിളപ്പടിയിൽ, ശിരസിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ കട്ടിളപ്പടിയിൽ ഈശോയുടെ രക്തം തളിക്കപ്പെടട്ടെ. അവിടുന്ന് കടന്നു പോകുമ്പോൾ അത് രക്ഷയുടെ കടന്നു പോകലാകട്ടെ. ഈ പെസഹ വേഴത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ കുർബാനയ്ക്ക്, ഈശോയുടെ ശരീരത്തിന്, രക്തത്തിന് വിലയേറട്ടെ. ഓരോ ക്രൈസ്തവൻ്റെയും കരട് രൂപരേഖയാണ് പരിശുദ്ധ കുർബാന. ഈശോ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത് കുർബാനയാകാനും, ഞാൻ എന്താകണം, ഞാൻ എന്തായിരിക്കണം, ഞാൻ എന്തിൽ എന്നുള്ള രീതിയിൽ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് അത് പരിശുദ്ധ കുർബാനയിലാണ്. നമ്മൾ ഓരോരുത്തരും എവിടെ ആയിരിക്കുന്നുവോ, ആരായിരിക്കുന്നുവോ അവിടെ എന്തായിത്തീരണം, എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചു തരുന്നതാണ് പരിശുദ്ധ കുർബാന.
ഇത് എൻ്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് എൻ്റെ രക്തമാണ്, വാങ്ങി കുടിക്കുവിൻ. ഇതിൻ്റെ പ്രാക്ടിക്കൽ തലമാണ് പാദങ്ങൾ കഴുകി തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. നീ നിൻ്റെ ജീവിത പങ്കാളിയെ ചേർത്ത് പിടിച്ചിട്ട് പറയാൻ സാധിക്കണം, ഇതെൻ്റെ ശരീരമാണ്. നമ്മുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചിട്ട് പറയാൻ സാധിക്കണം, ഇതെൻ്റെ ശരീരമാണ്. എൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കണം, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. നമ്മളായിരിക്കുന്നിടത്ത് നമ്മൾ എന്തായിത്തീരണമെന്ന് പഠിപ്പിച്ചു തരുന്നതാണ് പരിശുദ്ധ കുർബാന. ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ ഈശോയെ നമ്മുടെ അധരങ്ങളിലൂടെ നമ്മുടെ ഓരോ അവയവത്തിലേക്കും രക്തധമനികളിലേക്കും നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളിലേക്കും കോശങ്ങളിലേക്കും മജ്ജയിലെയും മാംസത്തിലേക്കുമൊക്കെ സ്വീകരിക്കുമ്പോൾ ഞാൻ മറ്റൊരു ക്രിസ്തുവായി മാറുവാനും ആയിരിക്കുന്നിടങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് ഭാഗിച്ചു നൽകി മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ രക്ഷയായി മാറുവാനായിട്ട് ഈ പെസഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ക്ഷണിക്കുകയുമാണ്. നമുക്ക് എൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ഓരോ അവസ്ഥകളും നമ്മളുടെ ഈ ഭാഗിച്ചു കൊടുക്കുന്ന അവസ്ഥകളാകട്ടെ. സ്വയം ഇല്ലാതായിക്കൊണ്ട്, സ്വയം മരിച്ച് പൂർണ്ണമാക്കിക്കൊണ്ട്, തന്നെ ഭാഗിച്ചു നൽകിക്കൊണ്ട് മറ്റുള്ളവർക്ക് രക്ഷയായി മാറുവാനായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയായി മാറുവാൻ, ഒരു നല്ല മാതാവും പിതാവുമായി മാറുവാൻ, മകനും മകളും സഹോദരനുമൊക്കെയായി മാറുവാൻ, നല്ലൊരു സുഹൃത്തായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ പെസഹ നല്ലൊരു പെസഹയായി മാറുവാൻ, വിശുദ്ധീകരണത്തിൻ്റെയും രക്ഷയുടെയും പെസഹയായി മാറുവാനായിട്ട്, മറ്റുള്ളവർക്ക് ഭാഗിച്ചു നൽകുന്ന അവസ്ഥയായി മാറുവാനായിട്ട് തമ്പുരാനെ ഞങ്ങളെ സഹായിക്കണമേ. ഇൻ യുവർ ഹാൻഡ്സ് ലോർഡ്. ദൈവമേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഞങ്ങൾ കുടുംബത്തിൽ ഈ ലോകം മുഴുവൻ അവിടുത്തെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, രക്ഷിക്കണമേ, വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനായ യേശുവിൽ പ്രിയപ്പെട്ടവരെ, നല്ലൊരു രാത്രിയും നല്ലൊരു പെസഹ ത്രിദിനവും നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. ദൈവം ഈ ത്രിദിനങ്ങളിൽ നമ്മളുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹവും കൃപകളുമായി മാറുവാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. The Lord grant us a quiet night and a perfect end. Amen. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.